ഹായ്, വെൽക്കം ബാക്ക് ടു അജിസ് ക്രിയേഷൻ. ഇന്നത്തെ കഥ ഒരു മരണത്തെക്കുറിച്ചാണ്. വിഭൂതി ബുധനാഴ്ച അല്ലെങ്കിൽ ചാരബുധനാഴ്ച അച്ഛൻ നെറ്റിയിൽ കുരിശ് വരച്ച് പറയാറുണ്ട്, മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് നീ തിരിച്ചു പോവുക. ദുഃഖവെള്ളിയാഴ്ച കുരിശിൻ്റെ വഴിയിൽ ആ ജീവിതം ഈശോ ജീവിച്ച് കാണിക്കുന്നുമുണ്ട്. എല്ലാം പൂർത്തിയായി, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല എന്ന് പറഞ്ഞ് മിഴികൂട്ടിയ യേശു. ഇവിടെ ഇന്നത്തെ കഥയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് രണ്ട് മരണത്തെക്കുറിച്ചാണ്. ഈ കഥ എടുത്തിരിക്കുന്നത് അച്ഛൻ്റെ രമണീയം ഈ ജീവിതം എന്ന ബുക്കിൽ നിന്ന്. കേട്ടു നോക്കാം. രണ്ട് ചെറുപ്പക്കാരുടെ മരണം. ആദ്യത്തേത് ഒരു കഥയാകാം. അലക്സാണ്ടർ എന്ന ചെറുപ്പക്കാരൻ മരിച്ചപ്പോൾ അയാൾ ഇങ്ങനെ പറഞ്ഞു, ശവകുടീരത്തിലേക്ക് എന്നെ കൊണ്ടുപോകുമ്പോൾ എൻ്റെ കരങ്ങൾ മഞ്ചത്തിന് വെളിയിലായിരിക്കണം. ശൂന്യമായ ആ കരങ്ങൾ ലോകത്തോട് വിളിച്ചു പറയും. എല്ലാം നേടിയ അലക്സാണ്ടർ ഒടുവിൽ വെറും കൈയോടെ തിരിച്ചു പോകുന്നു. രണ്ടാമത്തേത് തീർച്ചയായും കഥയല്ല, നടന്നതാണ്. മറ്റൊരു ചെറുപ്പക്കാരൻ മരിച്ചു. അയാളുടെ പേര് യേശു എന്നാണ്. അയാളുടെ പ്രായം 33. അയാൾ ജീവിതത്തിൽ ഒന്നും ശേഖരിച്ചിട്ടില്ല, നേടിയിട്ടുമില്ല. അയാളുടെ കരങ്ങളും ശൂന്യമായിരുന്നു. എന്നാൽ അയാളാകട്ടെ ശൂന്യമായ കരങ്ങൾ മലർക്കെ വിരിച്ചു പിടിച്ച് ശാന്തമായി ഇങ്ങനെ പറഞ്ഞു, എല്ലാം പൂർത്തിയായി. എന്നിട്ടാണ് മിഴികൾ അടച്ചത്. എല്ലാം നേടിയ ഒരാൾ ഒന്നും നേടിയില്ലെന്ന് വിലപിക്കുമ്പോൾ, ഒന്നും നേടാത്ത ഒരാൾ എല്ലാം പൂർത്തിയായി എന്ന് പറയുന്നതിൻ്റെ പൊരുൾ എന്താണ്? ആർക്കറിയാം?